اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 57ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രകാശം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പട്ടാളമാണ്, സൈന്യമാണ്. ഇരുട്ട് എന്നുള്ളത് നഫ്സിന്റെ പട്ടാളമായതുപോലെ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഈ പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴേ അവനക്ക് യാഥാർത്ഥ്യത്തിനെ കുറിച്ച് ബോധം ഉണ്ടാവുള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കടക്കാം. മഹാന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കണ്ണുപൊട്ടനായ ഒരു വ്യക്തി ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ട് നാട്ടിലേക്ക് മടങ്ങാം. അർദ്ധരാത്രിയായി. അപ്പോ ഈ കണ്ണുപൊട്ടന്റെ കയ്യില് ഈ വീട്ടുകാരൻ ഒരു വിളക്ക് കൊടുത്തു. അപ്പൊ ഈ കണ്ണുപൊട്ടൻ പറഞ്ഞു, എനിക്ക് വിളക്കുണ്ടായിട്ട് എന്താ കാര്യം, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ. അപ്പൊ ഈ കൊടുത്ത പെരക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കാണാനല്ല, നിങ്ങളെതിരെ വരുന്ന ആൾക്ക് നിങ്ങളെ തട്ടിത്തടഞ്ഞ് വിൽക്കാതിരിക്കാനാണ്. ചിലപ്പോ നിങ്ങൾ കണ്ണ് കാണാത്ത ആളാന്ന് ഓൽക്കറിയില്ല, ഈ വിളക്കുണ്ടെങ്കിൽ നിങ്ങളെ ദിശ മാറിയിട്ട് പോയിക്കോളും പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി ഈ വിളക്കുമായിട്ട് ഇങ്ങനെ പോയി. കുറെ എത്തിയപ്പോ ഒരാൾ ഇയാളെ വന്നിട്ട് മേത്തേക്ക് മുട്ടി, ഈ കണ്ണുവട്ടന്റെ മേത്തേക്ക് മുട്ടി. അപ്പൊ ഈ കണ്ണുവട്ടം ചൂടായി, എന്റെ കയ്യിലെ വിളക്ക് നിങ്ങൾക്ക് കണ്ടൂടെ, എന്റെ മേത്തേക്ക് വന്നിട്ട് മുട്ടുന്നു പോയി. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഈ വിളക്ക് എപ്പോഴോ അണഞ്ഞിക്കണം, ഈ വിളക്ക് എപ്പോഴോ അണഞ്ഞിക്കണം. ഇതേപോലെയാണ് കണ്ണുപൊട്ടന്റെ കയ്യിലെ വിളക്ക് പോലെയാണ് നമ്മളൊക്കെ. ഹൃദയത്തിൽ പ്രകാശമില്ലെങ്കിൽ നമുക്ക് ഒന്നിനെയും നിർവചിക്കാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു കണ്ണുപൊട്ടന്റെ മാതിരി ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ഹൃദയത്തിന് പ്രകാശം കിട്ടിയ ആളുകളാണെങ്കിലോ അവർക്ക് ഏതിലും യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് അതിലേക്കുള്ളൊരു വിരൽ ചൂണ്ടലാണ് ഈ ഹിക്മത്തിലൂടെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. അന്നൂറു ലഹുൽ കശ്ഫു വൽ ബസീറത്തു ലഹൽ ഹുക്മു വൽ ഖൽബു ലഹുൽ ഇഖ്ബാലു വൽ ഇദ്ബാർ. അന്നൂറു പ്രകാശം, ലഹു ആ പ്രകാശത്തിന് കൊണ്ട്, അൽ കശ്ഫു വെളിപാട്. പ്രകാശം ഉണ്ടാകുമ്പോഴേ ഒരു വിഷയം എന്താന്ന് കാണാൻ കഴിയുള്ളൂ. അന്നൂറു പ്രകാശം, ലഹു ഈ പ്രകാശത്തിന് കൊണ്ട്, അൽ കശ്ഫു വെളിപാട്. പ്രകാശം ഉണ്ടെങ്കിലേ എന്താന്ന് എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. വൽ ബസീറത്തു ഉൾക്കാഴ്ച, ലഹ ആ ഉൾക്കാഴ്ച കൊണ്ട്, അൽ ഹുക്കുമു ഒരു തീരുമാനം. പ്രകാശമാണ് ഇന്ന സാധനം എന്താന്ന് കാണിച്ചു കൊടുക്കുക. അതിൽ ഏത് ശരി ഏത് തെറ്റി എന്നതിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? ഉൾക്കാഴ്ചയാണ്. അകക്കണ്ണിന്റെ കാഴ്ചയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റി എന്ന് വേർതിരിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? അകക്കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ്. എന്നിട്ട് ഹൃദയം അത് ഏറ്റെടുക്കുകയും നന്മയായ കാര്യമാണെങ്കിൽ ഹൃദയം എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് സ്വീകരിക്കും. തിന്മയാണെങ്കിൽ അതിനെ പുറന്തള്ളുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ശേഷം പറയുന്നത്. വൽ ഖൽബു ഹൃദയം, ലഹു ആ ഹൃദയത്തിനു കൊണ്ട്, അൽ ഇഖ്ബാലു വൽ ഇദ്ബാർ. ഇഖ്ബാൽ എന്ന് പറഞ്ഞാൽ നന്മയിലേക്കുള്ള മുന്നേറ്റം, ഇദ്ബാർ എന്ന് പറഞ്ഞാലോ തിന്മയിലുള്ളതായ പിന്മാറ്റവും. ഇപ്പൊ എന്താ ഈ പറയണറിയോ? എല്ലാവരും കൂടി ശ്രദ്ധിക്കട്ടോ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഖാദുൽ ഹിമമില് ഒരു ഉദാഹരണം പറയുന്നുണ്ട്.
റജുലുൻ ഒരാള് ദഖല ബൈത്തം മുദ്ലിമൻ ഒരു ഇരുട്ടുള്ള വീട്ടിൽ ഒരാൾ പ്രവേശിച്ചു. ആ വീട്ടില് ഫീഹി ആ വീട്ടിലുണ്ട് അഖാരിബ് ഉണ്ട്, ഹയ്യാത്ത് ഉണ്ട്, പാമ്പുകളും തേളുകളൊക്കെ ഉണ്ട് ആ വീട്ടിൽ. അതേപോലെ തന്നെ ദഹബും ഫില്ല സ്വർണവും വെള്ളിയൊക്കെ ആ വീട്ടിലുണ്ട്. സ്വർണം വെള്ളിയൊക്കെ എന്തുണ്ട് ആ വീട്ടിലുണ്ട്. ഇരുട്ടുള്ള ആ പെരീക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് എവിടെയാണ് ഈ പാമ്പുള്ളത്, തേളുള്ളത്, സ്വർണ്ണം ഉള്ളത്, വെള്ളി ഉള്ളത് ഇയാൾക്ക് അറിയോ? ഇല്ല. അറിയോ? സത്യത്തിൽ 4 അവിടെ ഉണ്ട്. സ്വർണവും വെള്ളിയുണ്ട്, പാമ്പും തേളും ഉണ്ട്. പക്ഷെ ഇരുട്ടായത് കൊണ്ട് ഇയാൾക്കത് കാണാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? എന്നതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ശ്രദ്ധിക്ക, നഫ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ നഫ്സ് പാമ്പിന്റെ സ്ഥാനത്താണ്, ആ നഫ്സ് തേളിന്റെ സ്ഥാനത്താണ്. ആ നഫ്സ് പുറന്തള്ളുന്ന പാമ്പും തേളിനെയും മാറ്റിയിട്ട് അവിടെ സ്വർണവും വെള്ളിയാകുന്ന അള്ളാഹുവിന്റെ പ്രകാശത്തിന് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഒരാളെ കയ്യിൽ ഒരു വിളക്കുണ്ട്, ആ വിളക്കോട് കൂടെയാണ് മൂപ്പരി റൂമിൽ പ്രവേശിക്കണമെങ്കിലോ ഈ ഭാഗത്ത് സ്വർണ്ണം ഇരിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് വെള്ളി ഇരിക്കുന്നുണ്ട്, അവിടെ പാമ്പുണ്ട്, ഇവിടെ തേളുണ്ട്. അയാൾക്ക് മനസ്സിലാകും എന്ത്? ഇവിടെ പാമ്പും തേളാണ് ഇരിക്കണത്, ഇവിടെ സ്വർണവും വെള്ളി ഇരിക്കണത്. എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശം ഉണ്ടാകുമ്പോൾ ആ പ്രകാശത്തിനൊക്കെ ഒരു കശ്ഫ് എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്. അത് ശരിക്കും വെളിപ്പെടുത്തി കൊടുക്കാനും കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പ്രകാശത്തിനൊക്കെ. ഇതാണ് ഹക്ക്, ഇതാണ് ബാത്തുൽ. അതിങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷെ തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കില്ല? ഇതിനിക്കില്ല. ആരാ തീരുമാനം എടുക്കുക? അകക്കണ്ണാണ് തീരുമാനം എടുക്കുക. ഇതാണ് ഹക്ക്, ഇതാണ് ബാത്തില്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഇതിനെ ഒഴിവാക്കണം. ഈ ഉൾക്കാഴ്ച ആർക്ക് പറഞ്ഞു കൊടുക്കും? കൽബിന് പറഞ്ഞു കൊടുക്കും. കൽബ് എന്ത് ചെയ്യും? ആ ഹക്കിനെ സ്വീകരിച്ച് ബാത്തിലിന് എന്ത് ചെയ്യും? പുറന്തള്ളും. ഞാൻ പറയുന്ന വിഷയം കുറെയൊക്കെ മനസ്സിലാവണില്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ളതായ ദിവ്യപ്രകാശം വരുമ്പോ നമുക്ക് അവിടെ വെളിപ്പെടും ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ. മനസ്സിലാവണം? ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ തീരുമാനം എടുക്കുന്നത് ആരാ? ഹൃദയത്തിന്റെ കണ്ണാണ് തുറക്കുമ്പോ ആ കണ്ണാണ് തീരുമാനം എടുക്കും. ഇതാണ് ഹക്കിട്ടോ, ഇതിനെ സ്വീകരിക്കാം. ഇത് ബാത്തിലാണ്, ഇതിനെ പുറന്തള്ളാം എന്ന് നമ്മളെ ബസീറത്ത്, നമ്മളെ ഉൾക്കാഴ്ച തീരുമാനം എടുക്കും. എന്നിട്ട് ഹൃദയം എന്ത് ചെയ്യും? നല്ലതിനെ സ്വീകരിച്ച് അല്ലാത്തതിന് എന്ത് ചെയ്യും? പുറന്തള്ളും. ഏതുപോലെ നമ്മുടെ ശരീരം ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് പോലെ ഹൃദയം നല്ലതിനെ സ്വീകരിച്ചിട്ട് നല്ലതല്ലാത്തതിന് ഹൃദയം എന്ത് ചെയ്യും? പുറന്തള്ളും. ഈ കശ്ഫ് 3 രൂപത്തില് മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഈ നൂറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കാം. ഈ നൂറിന്റെ ഒമിൻ ഷഅ്നിഹി, ഈ നൂറിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? ഒരു ഭാഗത്ത് ഗഫലത്താകുന്ന അശ്രദ്ധയാകുന്ന ഇരുട്ടുമുണ്ട്, ജാഗ്രതയാകുന്ന പ്രകാശമുണ്ട്. ശ്രദ്ധയാകുന്ന പ്രകാശമുണ്ട്, അശ്രദ്ധയാകുന്ന ഇരുട്ടുമുണ്ട്. മനസ്സിലാണ്ടോ? ഈ നൂറാണ് ഇത് കാണിച്ചു കൊടുക്കുക. ഇത് ഗഫലത്താണ് കേട്ടോ, ഇത് യഖലത്താന്ന് കാണിച്ചു കൊടുക്കുന്നത് ആരാ? അള്ളാഹു താല ഹൃദയത്തിക്ക് കൊടുക്കുന്ന ഈ ദിവ്യപ്രകാശമാണ് കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലാണ്ടോ? എന്നിട്ടോ അകക്കാഴ്ച അവിടെ തീരുമാനം എടുക്കും. ഈ ഗഫലത്ത് മോശാണ് കേട്ടോ, ഗഫലത്ത് അശ്രദ്ധ മോശാണ്, ശ്രദ്ധയാട്ടോ നല്ലത് എന്ന് ആര് തീരുമാനം എടുക്കും? ഉൾക്കാഴ്ച തീരുമാനം എടുക്കും. അപ്പോ ഈ രണ്ടിന്റെയും സഹായത്തോടുകൂടെ ഹൃദയത്തിനൊക്കെ മനസ്സിലാകും ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് നല്ലത്, അള്ളാഹിനെ കുറിച്ചുള്ള അശ്രദ്ധ നല്ലതല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെ ഹൃദയം സ്വീകരിക്കുകയും അശ്രദ്ധയെ എന്ത് ചെയ്യും? ഹൃദയം ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് ശരീഅത്തിന്റെ മക്കാമിലുള്ള ആളുകൾക്കുള്ളതായ പ്രകാശം. അവരുടെ ഹൃദയം ഇതുപോലെയായിരിക്കും. എന്നാൽ ത്വരീഖത്തിന്റെ മക്കാമിലേക്ക് എത്തിയ രണ്ടാമത്തെ ആൾക്കാരുണ്ടല്ലോ, രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാർ, ആ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാല് ഇവർക്ക് മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, ഹൃദയം ശ്രദ്ധിക്ക, ഈ പ്രകാശം ഇവർക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളെ കാണിച്ചു കൊടുക്കും.
ദുന്യാവിന്റെ മോടികള്, സന്താനങ്ങളുള്ള വലിപ്പത്തരം, ദുന്യാവിന്റെ വലിപ്പത്തരം, സമ്പത്തിന്റെ വലിപ്പത്തരം, ഇതൊക്കെ കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ മറുഭാഗത്ത് എന്തും കാണും, അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ ലംഘലും കാണും. രണ്ട് ലംഘലാണ്. ഒന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ മഅരിഫത്തിന്റെ ലംഘലും ദുനിയാവിന്റെ ലംഘലും. ഇതാരാ കാണിച്ചു കൊടുക്കുക? ഈ പ്രകാശമാണ് കാണിച്ചു കൊടുക്കുക. ഈ പ്രകാശമാണ് കാണിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന ആ ഉൾക്കാഴ്ച ഉണ്ടല്ലോ, ആ ഉൾക്കാഴ്ചക്ക് മനസ്സിലാകും ദുനിയാവിന്റെ ലംഘല് താൽക്കാലികുള്ളൂ, അള്ളാന്റെ ലംഘലേ എന്നുണ്ടാകുള്ളൂ എന്നാര് തീരുമാനമെടുക്കും? അകക്കാഴ്ച തീരുമാനമെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഹൃദയം അള്ളാഹുവിന്റെ ലംഘലിനെ സ്വീകരിക്കുകയും ദുനിയാവിന്റെ താൽക്കാലികമായ ലംഘലിനെ എന്ത് ചെയ്യും? അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഈ പ്രകാശം എത്തിക്കഴിഞ്ഞാൽ ഈ പ്രകാശം രണ്ട് കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുക. ഒന്ന് അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തതിനെയും. ഒന്ന് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും, അള്ളാഹു അല്ലാത്തതിനെയും കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ അകക്കാഴ്ച തീരുമാനം എടുക്കും. എന്ത്? അള്ളാഹു അല്ലാത്തതുകൊണ്ട് ഒരു കാര്യമല്ല കേട്ടോ, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ഹൃദയം എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്വീകരിക്കും, അള്ളാഹു അല്ലാത്തതിന് ഒഴിവാക്കും. ഇങ്ങനെ മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഇതിനെ പറഞ്ഞത്. ഈ ഒന്നാമത്തെ സ്റ്റേജ് ശരീഅത്തിന്റെ സ്റ്റേജാണ്, രണ്ടാമത്തത് ത്വരീഖത്തിന്റെ സ്റ്റേജാണ്, മൂന്നാമത്തത് ഹഖീഖത്തിന്റെ സ്റ്റേജാണ്. ഒന്നാമത്തത് ഇസ്ലാമിന്റെ സ്റ്റേജാണ്, രണ്ടാമത്തത് ഈമാനിന്റെ സ്റ്റേജാണ്, മൂന്നാമത്തത് ഇഹ്സാനിന്റെ സ്റ്റേജാണ്. മൂന്ന് മക്കാമുകളിലായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത് പറയണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കശ്ഫ് എന്ന് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ കേട്ടിരിക്കണം. കശ്ഫ് എന്ന് പറഞ്ഞ സംഭവം അല്ലെ, ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ കശ്ഫ് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ഏർവാടി മറപ്പെട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാദിഷ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ത്വാഹിർ റളിയല്ലാഹു അൻഹു അല്ലെ, അവര് വലിയ ആരിഫീങ്ങളാണ് എന്നും വലിയ മക്കാമിലുള്ള ആൾക്കാരാണ് എന്നൊക്കെ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെ അറിഞ്ഞതാണ്? അത് ചില ആരിഫീങ്ങളാകുന്ന ആളുകൾക്കുള്ള കശ്ഫിലൂടെ മനസ്സിലായതാണ്. അവരിലേക്ക് അല്ലാഹു തആല തജല്ലിയാക്കി മനസ്സിലാക്കി കൊടുത്തു. അവര് ഷാദുലി ത്വരീഖത്തിന്റെ ഉന്നതമായ മർത്തബയിലുള്ള ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് എത്തിയ ആളുകളായെന്ന് ആരിഫീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഖാദിയറോടുള്ള വലിയ മഹാൻ, അദ്ദേഹം വലിയ മഹാനാണ് എന്നുള്ളത് ആരിഫീങ്ങളാകുന്ന ആളുകൾക്ക് കശ്ഫിലൂടെ മനസ്സിലാക്കി കൊടുത്തതാണ്. അപ്പോ അള്ളാഹുവിൽ നിന്നുള്ളതായ ദിവ്യപ്രകാശം വരുമ്പോഴാണ് പല സത്യങ്ങളും നമുക്ക് സത്യങ്ങളല്ല എന്നും പല നുണകളും അതായിരുന്നു സത്യങ്ങൾ എന്നും നമുക്ക് എന്ത് ചെയ്യാം? ബോധ്യപ്പെടാം. അപ്പൊ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം ഇറങ്ങണമെങ്കിൽ സ്വാഫിയായ കൽബിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ദിവ്യപ്രകാശം ഇറങ്ങുള്ളൂ. കുനൂസുൽ അഷ്റ എന്ന് പറയും, ശ്രദ്ധിക്കണം കേട്ടോ. കുനൂസുൽ അഷ്റ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നുണ്ട് മറാത്തിബുൽ കശ്ഫി വൽ ഇഹ്തിജാബി. കശ്ഫ് എന്ന് പറഞ്ഞാല് വെളിപ്പെടുക, ഇഹ്തിജാബ് എന്ന് പറഞ്ഞാൽ മറ. വെളിപാടിന്റെയും മറയുടെയും മർത്തബകൾ 3 എണ്ണമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് മക്കാബിലാന്ന് ശ്രദ്ധിക്കണം. വെളിപാടിന്റെയും മറയുടെയും മർത്തബകൾ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. ഒന്നാമത്തത് മർത്തബത്തുൽ ഇഹ്തിജാബ്, വെറും മറ മാത്രമേ ഉള്ളൂ. ബിലാ കശ്ഫ്, വെളിപാടൊന്നുമില്ല. ഇതാർക്ക് മാത്രമാണ്? ലിൽ കുഫാർ, കാഫിരീങ്ങൾക്കാണ്. അവർക്കൊരിക്കലും ഹൃദയത്തിൽ എന്തില്ല? ആത്മാവിൽ അവർക്ക് എന്തുണ്ടാവൂല? വെളിച്ചുണ്ടാവൂല. ആത്മാവിൽ അവർക്ക് എന്തില്ല? വെളിച്ചല്ല. എന്താണ് ആ വെളിച്ചത്തിനെ തടഞ്ഞത്? എന്താണ്? ഓല കുഫറാണ്. ഒരിക്കലും എന്തില്ല? കശ്ഫില്ല, വെറും മറ മാത്രം. ഇനി രണ്ടാമത്തെ മർത്തബുണ്ട്, മർത്തബത്തുൽ കശ്ഫ്. കശ്ഫ് ഒൽക്കുണ്ട്, പക്ഷേ മഅൽ ഇഹ്തിജാബ്, മറയോടുകൂടെയുള്ള കശ്ഫാണ്. മറയോടുകൂടെയുള്ള കശ്ഫാണ്. അത് ആർക്കുള്ളതാണ്? ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഈ കശ്ഫ് എന്താണ്? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിസ്കാരത്തിന് രുചിയുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. നോമ്പിന് ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ അതുകൊണ്ട് അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലിയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മറയുടെ പിന്നിലാണ്. ശരിക്കും ക്ലിയർ ആയി ഒന്നിലും എന്ത് ചെയ്യുന്നില്ല? ഒരു ദൗക്കിലേക്ക് എത്തിയിട്ടില്ല. കശ്ഫുണ്ട്,
പലതും നമുക്ക് വെളിപ്പെടുന്നുണ്ട്, പക്ഷെ മറയോടുകൂടെയാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു സ്റ്റേജ് കുനൂസുൽ അസ്റ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, മർത്തബത്തുൽ കശ്ഫി ബിലാ ഇഹ്തിജാബ്, മറയില്ലാതെ വെളിപ്പെടുക, തീരെ മറയില്ല. എല്ലാത്തിന്റെയും രഹസ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാർക്കാണ്? ലിൽ മൂഖിനീൻ, ഈഖാനുള്ള ആളുകൾക്കാണ്, ഈഖാനുള്ളതായ ആളുകൾക്കാണ്. ഈഖാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനിന്റെയും സ്റ്റേജ് കയറി ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് അള്ളാഹുവിന്റെ ദിവ്യ ദർശനം ലഭിച്ച ആൾക്കാർ. അവരുടെ മുമ്പിൽ എന്തില്ല? ഒരു മറകളുമില്ല. അവരെ മുമ്പിൽ എന്തില്ല? ഒരു മറകളും അവരെ മുമ്പിലില്ല. അള്ളാഹുവിൽ നിന്ന് തജല്ലിയാത്ത് മാത്രമാണ് അവരെന്ത് ചെയ്യണത്? കാണുന്നത്. ദുന്യാവിന്റെ ഒരു ആഡംബരങ്ങളും ഓല ഹൃദയത്തിന് എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കണില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഏത് സ്റ്റേജിലാന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? നമ്മളിപ്പോഴും അന്ധന്മാരാണ്. ഞാൻ വെറുതെ പറയല്ല, നമ്മളിപ്പോഴും സത്യത്തിൽ എന്താണ്? അന്ധന്മാരാണ്. ആ പ്രകാശം നമ്മളെ ഹൃദയത്തേക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. ഒന്നാമത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാല് അത് വരാനുള്ള പണി നമ്മൾ എടുക്കണില്ല. ഈ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരാളെങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാളെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ ധൃതിയിൽ ഇങ്ങനെ ഒരു ബാഗും പിടിച്ചിങ്ങനെ നടന്ന് സ്പീഡിൽ ഇങ്ങനെ പോവാണ്. അപ്പോ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എവിടുക്കാ നീ പായെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഓഫീസിലേക്കാണ്, ജോലിക്ക് വേണ്ടി പോവാണ്. അപ്പോ സ്വാമി വിവേകാനന്ദൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ ജോലി എടുത്തിട്ടോന്ന് ചോദിച്ചു. ജോലി എടുത്ത് എനിക്ക് പൈസ ഉണ്ടാവും. എന്നിട്ടോന്ന് ചോദിച്ചു. എനിക്കൊരു കല്യാണം കഴിക്കണം. എന്നിട്ടോ? കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞിട്ടോ? ഞാൻ ഈ ജോലിയിൽ ഇങ്ങനെ തുടരും, എൻ്റെ കുടുംബത്തിനെ നോക്കും. പിന്നെയോ ചോദിച്ചു. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവുന്നു. പിന്നെ ചോദിച്ചു. പിന്നെ ഞാൻ മരിക്കും. അപ്പോ സ്വാമി വിവേകാനന്ദ ചോദിച്ചു, ഇതിന് വേണ്ടിയിട്ടാണോ ദൈവം നിന്നെ സംവിധാനിച്ചത്? അതൊരു വലിയ ചോദ്യമാണ്. നമ്മളിപ്പോ ഈ ചോദ്യത്തിന്റെ ഇടയിലാണ്. നമ്മളെ ഒരുപാട് കാലങ്ങൾ അല്ലെ, ശൈശവത്തിൽ കുറെ കാലം പോയി, ബാല്യത്തിൽ പോയി, കൗമാരത്തിൽ പോയി, യുവത്വം കഴിഞ്ഞ് ഇപ്പൊ വയസ്കനാണ് ഇപ്പൊ ഞാനൊക്കെ. 40 കഴിഞ്ഞാൽ പിന്നെ വടിപിടിക്കൽ സുന്നത്താണ് അല്ലെ. SKSSF-ൽ നിന്നും SYS-ലേക്ക് നമ്മൾ എന്താക്കി? ഇന്ത്യബാഹിൽ നിന്നും ഇഖ്ബാലിലേക്ക് നടന്ന മാതിരി SYS-ലേക്ക് എത്തി. വടിപിടിക്കൽ സുന്നത്തായ മക്കാമിലേക്ക് നമ്മൾ എത്തി. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല. എന്നാ അല്ലാഹു തആല ഏറ്റവും നല്ല മക്കാമായി പറഞ്ഞത് ഏതാ? യുവത്വത്തിന്റെ മക്കാമാണ് അല്ലെ. നാളെ അർശിന്റെ തണലുള്ളത് ആർക്കാ? ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന യുവാവ്. അത് കഴിഞ്ഞു 40 ഇപ്പോഴും നമ്മളെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴും നാട്ടുകാരോട് വിദ്വേഷമാണ്, സമൂഹത്തിലുള്ള പല ആൾക്കാരോടും ദേഷ്യമാണ്. ഗീബത്തിന്റെ മനസ്സ് മാറിയിട്ടില്ല, നമീമത്തിന്റെ മനസ്സ് മാറിയിട്ടില്ല. മനസ്സിലാവണ്ടോ? ഇപ്പോഴും ദുനിയാവിന്റെ ആ സമ്പത്തിലും ആ സന്താനങ്ങളുടെ ആ ഒരു പെരുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് നമ്മളുടെ കണ്ണ് തുറക്കുക? പക്ഷെ എല്ലാവരുടെയും കണ്ണ് അല്ലാഹു തആല തുറന്നു തരും. എപ്പോന്ന് അറിയും? ഫകശഫ്ന അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അവിടെയും കശ്ഫ് എന്ന് പറഞ്ഞു. ഫകശഫ്ന അൻക ഗിതാഅക, നിങ്ങളെ കണ്ണിന്റെ മൂടിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നിരിക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്നേ ദിവസം നിങ്ങളെ കണ്ണിന് ഭയങ്കര മൂർച്ചയാണ്. കാരണം എന്താ? മൂടിനെ അല്ലാഹു തആല ഒഴിവാക്കി. ഒരു മൂടി ഉണ്ട് എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ആ മൂടിയെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. മരിക്കണ സമയത്ത് പിന്നെ ആ വ്യക്തിക്ക് ദുന്യാവിന്റെ ഒരു കാര്യവുമായിട്ട് ബന്ധം ഉണ്ടാവില്ല എന്നാ. പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റൂഹിനിക്ക് പിന്നെ മരിച്ചവരുമായിട്ടേ ബന്ധം ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിനൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഇന്ന ആൾക്കാർ സ്വർഗത്തിലാണ്, ഇന്ന ആൾക്കാർ നരകത്തിലാണ് എന്ന് പോലും ആ വ്യക്തിക്ക് ആ സമയം അറിയാൻ കഴിയുന്ന. അതുകൊണ്ട് അതിന്റെ മുമ്പ് നമ്മളെ കണ്ണ് തുറക്കണം. അതിന് വേണ്ടിയുള്ള പണി നമ്മൾ എടുക്കണം. അത് നമ്മളെ 100 സ്വലാത്ത് കൊണ്ടോ അല്ലെങ്കിൽ 100 ദിക്ർ കൊണ്ടൊന്നും നടക്കൂല. മഹാന്മാരാകുന്ന ആളുകൾ അല്ലെ, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർന്ന് നമ്മളിങ്ങനെ ഉഷാറിൽ പാടും. ഒരു ഖത്തം തീർക്കണ്ട, ഒരു സൂറത്തെ നമ്മൾ ഒരു കാൽമൊന്നിട്ട് എഴുതിയിട്ടില്ല. ഇന്ന് പോയിട്ട് കാൽമൊന്ന് സൂറത്ത് ഓതണമെന്നല്ല പറയണേ. അതായത് അവർ അത്രയും മുജാഹദയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക. ഇനിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആക്കരുത്. ഉള്ള സമയം നമ്മൾ അള്ളാഹു താലാക്ക് വേണ്ടി കൊടുക്കുക. റബ്ബേ, എൻ്റെ ഒരുപാട് സമയങ്ങൾ വെറുതെ പോയി,
അനാവശ്യ കാര്യങ്ങളിൽ ഞാൻ ഒഴിവാക്കി പോയി. ഇനി എൻ്റെ സമയങ്ങൾ ഞാൻ എന്ത് ചെയ്യില്ല, കളയില്ല. ഇനി മുതൽ നീ എന്നെ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിലേക്കൊന്ന് തവജ്ജുഹായി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.